അപ്പോൾ ഇവിടെ പരിചയമില്ലാത്ത ആളാണെന്നാണ് തോന്നുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് വണ്ടി പോകാത്തതുകൊണ്ട് ഇവിടുന്ന് തിരിക്കാൻ ശ്രമിച്ചതായിട്ടാണ്. രാത്രിയാണ്, 3 മണി സമയത്താണ് പെട്ടെന്നാണ് ഈ അപകടം ഉണ്ടായത്. കോഴിക്കോട് കുറ്റിക്കാട്ടൂർ മേഖലയിൽ കണിയാത്ത് പള്ളിക്ക് സമീപമുള്ള ഈ തോട്ടിൽ ഓട്ടോറിക്ഷ ഒഴുകിപ്പോയ ഒരു അവസ്ഥ ഉണ്ടായി. ഒരു ഓട്ടോറിക്ഷ മുഴുവനായി ഒഴുകിപ്പോയി. ഓട്ടോറിക്ഷ ഡ്രൈവർ, ഓട്ടോറിക്ഷയുടെ ഉടമസ്ഥൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇത് പുലർച്ചെയാണ് സംഭവം. ഇപ്പോൾ നമ്മുടെ കൂടെ ഈ ഒരു ഓട്ടോറിക്ഷ അവിടെ തടഞ്ഞു എന്നാണ് പറയുന്നത് തോട്ടിൽ. അപ്പോൾ അവർ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആ ഓട്ടോറിക്ഷ കരക്കടിപ്പിക്കാൻ, തോട്ടിൽ നിന്നും പുറത്തെടുക്കാനായിട്ടുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നായി ഓട്ടോറിക്ഷയുടെ പല ഷീറ്റും മറ്റു ഭാഗങ്ങളൊക്കെ ചെറിയ രീതിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഓട്ടോറിക്ഷ മുഴുവനായും വലിയൊരു ഭാഗം അവിടെ താഴെ കിടക്കുന്നുണ്ട്. അത് തടഞ്ഞു, അത് എടുക്കാൻ ശ്രമിക്കുകയാണ്. നാട്ടുകാരൻ തന്നെയായ നൗഫലാണ് ഇപ്പോൾ ഓട്ടോറിക്ഷ പുറത്തെടുക്കാനായിട്ട് കയറിട്ട് കെട്ടി അദ്ദേഹം തോട്ടിലേക്ക് ഇറങ്ങിക്കൊണ്ടാണ് അത് എടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ എല്ലാവരുടെയും സഹകരണത്തോടു കൂടിയാണ് ഇപ്പോൾ ഓട്ടോറിക്ഷ എടുക്കാൻ ശ്രമിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഓട്ടോറിക്ഷ ഉയർത്താനുള്ള ശ്രമം വളരെ കഠിനമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇവിടെ റോഡും തോടും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു അവസ്ഥ കൂടിയുണ്ട്. റോഡിനും തോടിനുമിടയിൽ ഇത്രയും വലിയ ഒരു തോട് ഇവിടെ ഉണ്ടായിട്ട് ഇതിനൊരു കൈവരിയില്ലാത്ത ഒരു പ്രതിസന്ധി, വലിയ ഒരു പ്രതികൂലമായ സാഹചര്യമാണ് ഇത്തരത്തിൽ ഇവിടെയുള്ളത്. ഓട്ടോ ഡ്രൈവർമാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്താ പറയുക, ഒരു രണ്ടാം നിലയായിട്ട് കാണുന്ന ഒരു വിഭാഗമാണ്. ഏത് മേഖലയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ പൈസ കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോട്ടലിൽ കയറിയാൽ പൈസ കൂടുതലാണ്. ഓട്ടോറിക്ഷക്കാർ ഇപ്പോൾ ഒരു 10 രൂപ ഉള്ളത് ഒരു 20 രൂപയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നാട്ടുകാർ അവരുടെ നേർക്ക് തിരിയും. അങ്ങനത്തെ ഒരു ഇതിൽ എനിക്ക് വാക്കുകളില്ല പറയാൻ. അവരുടെ അരിയുടെ മാർഗ്ഗമാണിത്. അത് ഇങ്ങനെ വീണ് കിടക്കുമ്പോൾ എല്ലാവരും ഒന്ന് നോക്കി നിൽക്കുന്ന സമയത്ത് നമ്മളാൽ ചെയ്യാൻ പറ്റുന്ന കാര്യം ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അത് കിട്ടുന്നുള്ള പ്രതീക്ഷയോട് അല്ല ഞാൻ ഇറങ്ങിയത്. മുന്നിട്ട് ഇറങ്ങാറ് എൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒരു വിഷയം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ ഇറങ്ങിയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നലെ രാത്രി അർദ്ധരാത്രി മുതലാണ് പെട്ടെന്ന് വെള്ളം കയറിയത്. സാധാരണ അവിടെ വെള്ളം കയറുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഇവിടെ പരിചയമില്ലാത്ത ആളാണെന്നാണ് തോന്നുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് വണ്ടി പോകാത്തതുകൊണ്ട് ഇവിടുന്ന് തിരിക്കാൻ ശ്രമിച്ചതായിട്ടാണ്. രാത്രിയാണ്, 3 മണി സമയത്താണ് പെട്ടെന്നാണ് ഈ അപകടം ഉണ്ടായത്. വലിയൊരു അപകടത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടത്. ഒരു ജീവൻ നഷ്ടപ്പെടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട. അപ്പോൾ ഇനിയൊരു അപകടം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിന് എന്താണോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അധികാരികൾ അത് ചെയ്യണമെന്നാണ് പറയാനുള്ളത്. അതെ, അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഓട്ടോറിക്ഷ പുറത്തെടുക്കാൻ സഹായിച്ച രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങിയ നൗഫലും മറ്റു നാട്ടുകാരുമാണ് ഇപ്പോൾ നമ്മോട് സംസാരിച്ചത്. അത് ഇവിടെ കൈവരിയില്ലാത്തത് വലിയൊരു പ്രതിസന്ധിയാണ്. തുടർന്നും ഇവിടെ ഇത്തരത്തിലൊരു പ്രതിസന്ധി നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. ക്യാമറ പേഴ്സൺ KC ജിജീഷിനോടൊപ്പം ഡെൽന ലാസ്, മീഡിയ 1 കോഴിക്കോട്.